അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല. വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും കെ.പി. ശശികല. വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവേശവും സ്നേഹവും എനിക്ക് മനസ്സിലാവും. അപകടങ്ങളൊന്നും വരുത്താതെ നോക്കണം. നമസ്കാരം. വേടന്റെ കേസുകളെല്ലാം തീർന്നു. എന്നിട്ടും വേടൻ റിലേറ്റഡ് കോൺട്രവേഴ്സീസ് അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കോൺട്രവേഴ്സികളാണ് ഉണ്ടായി വരുന്നത്. അവസാനിക്കാൻ പലരും സമ്മതിക്കത്തില്ല. ഇങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനകത്തേക്ക് വേടനെ വലിച്ചങ്ങിടുകയാണ്. ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആള്. ഇപ്പൊ അടുത്ത ആള് ശശികലയാണ്. കുറച്ചു ദിവസം മുമ്പ് വേറെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിരുന്നു വേടനെതിരെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അടുത്തതായിട്ട് രംഗത്ത് വന്നേക്കുന്നത് ശശികല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്തുവാണ് സംഭവം എന്നുള്ളത്. ഇപ്പോ വേടനെ അങ്ങ് വിടാതെ പിന്തുടർന്നേക്കാണ് ശശികല. ശശികലയുടെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, FB പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വേടനെതിരെയുള്ള ആരോപണങ്ങളാണ്. ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ പോസ്റ്റുകളായിട്ടും കുറിപ്പുകളായിട്ടും അങ്ങ് എഴുതിയിട്ടേക്കാണ്. വേടന്റെ പരിപാടി നോക്കി വേടന്റെ പ്രോഗ്രാമുകളുമായിട്ട് പുള്ളി മുന്നോട്ട് പോവാണ്, ബിസി ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ പലരും ഇപ്പൊ വേടന്റെ പുറകെ പോയേക്കാണ്. വേടനെ വിടാതെ അങ്ങ് വേട്ടയാടുകയാണ്. ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂന്ന് കേട്ടിട്ടില്ലേ? അതാണ് സത്യം. അയാളെ പലരും പേടിക്കുന്നുണ്ട്. പേടിക്കാൻ കാരണങ്ങളുണ്ട്. ആ പേടിയാണ് ഇങ്ങനെ ഓരോരോ കുറിപ്പുകളായിട്ടും ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേടനെ കുറിച്ച് വിവാദമാകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പിന്നെയും എയറിലേക്ക് കയറിയേക്കാണ് ശശികല. അപ്പൊ ഏതായാലും നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് കേട്ടു നോക്കാം. പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നേ പതിനായിരങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരി വാ തുറന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 90% വിഡ്ഢിത്തമായിരിക്കും വിളിച്ചു പറഞ്ഞേക്കുന്നതെന്ന്. ഇപ്പൊ 100% വിഡ്ഢിത്തമാണ് ഈ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന്, മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിഡ്ഢിത്തം വലിയ സൗണ്ടിൽ വിളിച്ചു കൂവാനും കുറച്ച് തൊലിക്കെട്ടിയൊക്കെ വേണം. ആ തൊലിക്കെട്ടി ഇവർക്ക് വേണ്ടുവോളം ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഡ്ഢിത്തമൊക്കെ ആരെങ്കിലും വിളിച്ചു പറയുമോ? വേടനെ വിമർശിക്കാം. വേടന്റെ വരികളിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അല്ലാതെ വേടൻ ഇത് പാടാൻ പാടില്ല, വേടൻ റാപ്പ് സോങ് പാടാൻ പാടില്ല, പട്ടികജാതിക്കാര് റാപ്പ് സോങ് കേൾക്കാൻ പാടില്ല, അവർ ഇന്ന സോങ് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഇവർക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? അല്ല, ഇവരാരാ? അവരുടെയൊക്കെ മാതാവായിട്ട് വരുമോ? പട്ടികജാതി പട്ടിക വർഗക്കാരുടെ മാതാവായിട്ട് വരുമോ ഇവര്? ഇല്ലല്ലോ. പിന്നെ ഇവർക്ക് എന്ത് അവകാശമാണ്? ഓരോ വ്യക്തികൾക്കും അവരെന്ത് പാടണം, എന്ത് കേൾക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. വേടൻ റാപ്പ് സോങ് ആണ് പാടുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വേടനെ എല്ലാവരും പരിപാടിക്ക് വിളിക്കുന്നത്. വേടന്റെ പരിപാടി കാണാൻ ഒരുപാട് ആൾക്കാരുമുണ്ട്. അപ്പൊ അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കാണുന്നത്. അല്ലാതെ വേടൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഫ്രണ്ടിൽ വന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ആരെങ്കിലും അത് കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും കേൾക്കത്തില്ല. പ്രത്യേകിച്ച് മലയാളികൾ. നമുക്കൊരു കാര്യം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് കേൾക്കാൻ നിൽക്കത്തുള്ളൂ, നമ്മൾ സമയം മെനക്കെടുത്തതുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കത്തില്ല. അതിപ്പോ ഏത് വേടനാണെന്നുണ്ടെങ്കിലും, ഏത് കൂടിയ കൊമ്പത്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കത്തില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും.
പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ തനതായിട്ടുള്ള രീതിയിലുള്ള കലാരൂപങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. അത് ശരിയാണ്. എന്ന് വെച്ച് അത് മാത്രം എപ്പോഴും ചെയ്യണം, അത് മാത്രം ഫോളോ ചെയ്യണമെന്നൊന്നും പറയാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. അതിലൂടെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു അശുദ്ധിയാണ് നിങ്ങളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവരത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവർ വളരാൻ പാടില്ല, അവർ പാശ്ചാത്യ സംഗീതത്തിലേക്ക് പോകാൻ പാടില്ല, അവർ പുതിയ പുതിയ മാറ്റങ്ങൾ അവർക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ പറയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേടന്റെ പാട്ടുകളിലും വരികളിലും എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള അവകാശം നമുക്കുണ്ട്, വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പൊ വേടൻ എന്ന് പറയുന്ന വ്യക്തി, വേടന്റെ അഭിപ്രായമാണ് വേടന്റെ പാട്ടുകളിലൂടെയും അയാളുടെ വരികളിലൂടെയും രേഖപ്പെടുത്തുന്നത്. ഓരോ വ്യക്തിയും അഭിപ്രായങ്ങൾ പറയുന്നത് പല രീതിയിലാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് യൂട്യൂബ് വീഡിയോസിലൂടെയാണ്, വേടന്റെ അഭിപ്രായം പറയുന്നത് പാട്ടുകളിലൂടെയാണ്, അയാളുടെ വരികളിലൂടെയാണ്. രാഷ്ട്രീയത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും വേർതിരിവുകളെക്കുറിച്ചും ഒക്കെ തന്നെ അയാളുടെ പാട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ആ വരികൾ പൂർണ്ണമായിട്ട് നമ്മൾ യോജിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് വിയോജിപ്പുള്ള വരികളുണ്ടാകാം, ആ വിയോജിപ്പ് മാത്രം രേഖപ്പെടുത്താം. അല്ലാതെ അയാൾ റാപ്പ് പാടാൻ പാടില്ല, റാപ്പ് എന്നുള്ളത് സംഗീതമല്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? 1970കളിൽ ഡെവലപ്പായി വന്ന ഒരു മ്യൂസിക് ജേണറാണ് റാപ്പ്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരാണ് റാപ്പ് സോങ്ങിനുള്ളത്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് വിഡിത്തം വിളിച്ചങ്ങ് പറയുവാണ്. കേരളത്തിൽ ഇപ്പോഴായിരിക്കും ഈ റാപ്പ് സോങ് ഇത്രയധികം പബ്ലിസിറ്റി വന്നത്. പക്ഷേ പല രാജ്യങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പേ പബ്ലിസിറ്റി കിട്ടിയ ഒരു മ്യൂസിക് ജേണറാണ് റാപ്പ്. എനിക്ക് തോന്നുന്നു മനസ്സിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡും റാപ്പ് സോങ് ആണ്. ബാക്കിയുള്ള മ്യൂസിക്കിനെ അപേക്ഷിച്ച് റാപ്പ് സോങ്ങിൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം വേടൻ റാപ്പ് സോങ് ചൂസ് ചെയ്തത്. അയാളുടെ റാപ്പ് സോങ്ങിൽ എന്തെങ്കിലും വൃത്തികേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കുട്ടികളുടെ മുമ്പിൽ പാടാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആരാധനാലയമാണെന്നുണ്ടെങ്കിൽ പറയാം, ആരാധനാലയത്തിൽ റാപ്പ് സോങ് പാടാൻ പാടില്ല. കാരണം ഇപ്പൊ പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ മെയിനായിട്ട് ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള ഗാനങ്ങളാണ് കൂടുതലും കേൾക്കാറുള്ളത്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് പറയാം, ഇത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ പാടട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ കേൾക്കട്ടെ. ചെവി കൊട്ടി അടയ്ക്കണോ? ഇവർ പറയുന്നതിനനുസരിച്ചിട്ട് ജീവിക്കാനിരിക്കുവാണോ ആൾക്കാർ? നിങ്ങൾ കേൾക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ശശികല എന്ന് പറയുന്ന വ്യക്തിക്ക് റാപ്പ് സോങ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ റാപ്പ് സോങ് കേൾക്കണ്ട. ബാക്കിയുള്ളവരും കേൾക്കാൻ പാടില്ല, ബാക്കിയുള്ളവർ അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ഇത് എവിടുത്തെ നിയമമാണ്? ഇതെന്തോ പണ്ടത്തെ രാജാവിൻ്റെ ഭരണകാലം വല്ലതും ആണോ? പണ്ട് രാജാക്കന്മാർ ഇങ്ങനെയായിരുന്നു. രാജാക്കന്മാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും സമൂഹത്ത് നടക്കാൻ പാടില്ല. അതേപോലെ ആ ഒരു നിയമങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടങ്ങ് വന്നേക്കാണ്. വിമർശിക്കാം, പക്ഷേ തടയാൻ സാധിക്കത്തില്ല. തടയാൻ ആർക്കും അവകാശമില്ല. നമ്മുടെ നാട്ടിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശശികലയ്ക്ക് കൊള്ളാം. കെ പി ശശികലയുടെ സമൂഹ മാധ്യമം ഒന്ന് പരിശോധിച്ചാൽ ആവർത്തിച്ച് വേടനെതിരായ പോസ്റ്റുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇതിപ്പം ഈ ഗോത്ര സമൂഹം റാപ്പ് സോങ് ഒന്നും പാടാൻ പാടില്ല, അവർ പഴയ നൂറ്റാണ്ടിൽ തന്നെ ജീവിക്കണം എന്നാണോ ശശികല പറയുന്നത്? തീർച്ചയായും. കാരണം ഒന്ന്, റാപ്പ് സോങ്ങിനെ കുറിച്ച് കൃത്യമായ ഒരു പക്ഷെ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. റാപ്പ് സോങ്ങിന് വലിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമോചനം, അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പാരമ്പര്യം പല രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ള ഒരു പാട്ടാണ്, ഒരു കലാരൂപമാണ്. സ്വാഭാവികമായും ഇപ്പോഴും ശശികലയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അതൊന്നും പാടാൻ പാടില്ല. അത്തരത്തിലുള്ള വിമോചന രീതിയിലേക്കൊന്നും തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പറയുന്ന വേടന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം തുടങ്ങുന്നത്. അത് സ്വാഭാവികമായും നമുക്ക് എല്ലാം അറിയാം, അത് വലിയ വാർത്തയായതാണ്. അതിനുശേഷം വേടൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ്, താൻ അതിൽ നിന്നെല്ലാം മാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ വേടൻ ആ രീതിയിലൊക്കെ തന്നെ ഒരു പരിവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, താൻ അതിൽ നിന്ന് മാറുകയാണ്, പല കാര്യങ്ങളും മാറുകയാണെന്നൊക്കെ. പക്ഷെ അപ്പോഴും ആ കേസുകളെ അത് വളരെ ഒരു സഭയിൽ പറയാൻ പറ്റാത്ത പ്രയോഗത്തോടു കൂടിയാണ് ആ കേസിനെ പരാമർശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മോശം പരാമർശം ശശികല ടീച്ചറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും ആ പഴയ ആരെന്ത് പാടണം, ഏത് വേദിയിൽ പാടണമെന്ന് തീരുമാനിക്കേണ്ടത് നിലവിൽ കേരളത്തിൽ എന്തായാലും കെ പി ശശികലയല്ല. അതോടൊപ്പം തന്നെ ഈ ഗോത്ര സമൂഹമൊക്കെ പഴയ കാലത്ത് തന്നെ ജീവിച്ചാൽ മതി, മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു പിന്തിരിപ്പൻ ആശയം കൂടി ആ പ്രതികരണത്തിൽ. അതെ, അവസാനം പറഞ്ഞത് വളരെ കറക്റ്റാണ്.
നമ്മുടെ നാട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആരും ശശികല എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എഴുതി കൊടുത്തിട്ടില്ല. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നിന്ന് നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ആ ബൗണ്ടറി വിട്ടു പോകാൻ വേണ്ടി പാടില്ല. നിയമപരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാം നമ്മളുടെ രീതിയിൽ, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ എഴുത്തുകാർ എഴുത്തിലൂടെ പറയുന്നു, പാട്ടുകാർ പാട്ടിലൂടെ പറയുന്നു, വേടൻ ഇത് രണ്ടിലൂടെയും പറയുന്നു. വേടൻ്റെതായിട്ടുള്ള ഭാഷയിൽ വേടൻ്റെതായിട്ടുള്ള രീതിയിൽ അയാളുടെ അഭിപ്രായം തുറന്നു പറയുന്നു. ഉടനെ വേടന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇവരാരാണ്? ഇവർക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? പട്ടികജാതി പട്ടികവർഗക്കാർ ഇന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അത് ഇവരുടെ വൃത്തികെട്ട മൈൻഡ് സെറ്റാണ് അതിലൂടെ കാണുന്നത്. അതായത് അവരൊരിക്കലും വളരാൻ പാടില്ല. അവർ പണ്ടത്തെ ആ രീതികൾ തന്നെ ഫോളോ ചെയ്ത് പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ അടിച്ചമർത്തലുകൾ അനുഭവിച്ച് അങ്ങനെ കിടക്കണം. അതാണ് ഇവരുടെ ചിന്ത. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അവരൊരിക്കലും വളരാൻ പാടില്ല. അവരും പാശ്ചാത്യ സംഗീതമൊക്കെ കേൾക്കട്ടെ, അവരും റാപ്പ് സോങ് കേൾക്കട്ടെ. കാലം മാറുന്നതിനനുസരിച്ച് ശശികലയുടെ പോലും കോലം മാറുന്നില്ലേ? പിന്നെ അവർക്ക് എന്തുകൊണ്ട് കോലം മാറിക്കൂടാ? നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫോളോ ചെയ്തു പോകാം. എപ്പോഴും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അതിന് പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇവരുടെയൊക്കെ ബോധിപ്പിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ. അതാണിപ്പോൾ ഇവിടെ നടന്നു പോകുന്നത്. ഇവരെ ഒന്നും ബോധിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കും. നമ്മൾ ഇന്ന മതവിഭാഗത്തിനെതിരാണ് സംസാരിക്കുന്നത്, ഈ ജാതിക്ക് എതിരാണ്, ആ മതത്തിനെതിരാണ്. കുറെ ജാതിയും മതവും കുറെ വർഗവും വർണ്ണവും എല്ലാം കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ വേർതിരിവുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഇവർക്ക് എപ്പോഴും വേർതിരിവുകൾ വേണം. ആ വേർതിരിവുകൾ മാറാൻ വേണ്ടിയിട്ട് ഇവരാരും സമ്മതിക്കത്തില്ല. നമ്മുടെ സമൂഹത്തിലുള്ള പല ആൾക്കാരും ഇത്തരം വേർതിരിവുകൾ മാറാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും ഒരു വാർത്ത വരുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പരാമർശിക്കും. ദളിത് യുവതി അല്ലെന്നുണ്ടെങ്കിൽ ഇന്നയാള്. എന്തിനാണ് അങ്ങനെയൊക്കെ പരാമർശിക്കുന്നത്? അത്തരം പരാമർശങ്ങളൊക്കെ ഇനി അവസാനിപ്പിക്കുക. സമൂഹം എപ്പോഴും യൂണിറ്റിയോട് കൂടിയിട്ട് ഒരേ രീതിയിൽ ഒരേ ലെവലിൽ സമൂഹം ആകണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും അത് വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ ശശികലയെ പോലെയുള്ളവര് അതിന് സമ്മതിക്കത്തില്ല. അതാണ് സത്യം. ഇവര് പബ്ലിക്കിന്റെ മുമ്പിൽ പറയും എല്ലാവരെയും ഒരുമിപ്പിക്കാനാണ്, എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ആരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇവരാരുടെയും ഉന്നമനത്തിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ സിസ്റ്റം ഇതേപോലെ തന്നെ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഗുണമുള്ളൂ. താഴെ കിടക്കുന്നവർ താഴെ തന്നെ കിടക്കണം, മുകളിൽ കിടക്കുന്നവർ മുകളിൽ തന്നെ കിടക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഗുണമുള്ളൂ. എങ്കിലല്ലേ ഇവർക്ക് വോട്ട് കിട്ടത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് വോട്ട് കിട്ടും. അതുകൊണ്ട് അവരൊരിക്കലും വളർന്നു വരാൻ പാടില്ല, അവരൊരിക്കലും മുന്നോട്ട് വരാൻ പാടില്ല, ഒരിക്കലും ഇവിടെ ഒത്തൊരുമ വരാൻ പാടില്ല. അങ്ങനത്തെ ലക്ഷ്യവുമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അത് ഇവരുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ വേടനെ പോലെയുള്ളവർക്ക് നേരെ ഇവർ കല്ലെറിയുന്നത്. അതാണ് യാഥാർത്ഥ്യം.